ഫ്രണ്ട്സ്, IELTS സ്കോർ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ എങ്ങനെ ഈ IELTS സ്കോർ ഇംപ്രൂവ് ചെയ്യാം? അല്ലെങ്കിൽ ഞാൻ തന്നെ പണ്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെ എന്റെ IELTS സ്കോർ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണ്. ചിലർ പറയും ഇന്ന സ്ഥലത്ത് കോച്ചിങ്ങിന് പോ, അല്ലെങ്കിൽ ഇന്ന ബുക്ക് മേടിക്കി, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ് പലരും പല ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി, എങ്ങനെയെങ്കിലും ഒരു സ്കോർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്യും. ലാസ്റ്റ് ഒന്നും വർക്ക്ഔട്ട് ആവാണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഡെസ്പറേറ്റ് ആവും, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ഇതെന്താ ചെയ്യുക? ഇപ്പൊ എല്ലാം ചെയ്തു, അവരൊക്കെ പറഞ്ഞൊക്കെ ചെയ്തു, പക്ഷെ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആവണില്ല. ഒരു കാരണം വെച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന ലെവലിലേക്ക് എത്തുന്നില്ല. പൈസയും പോയി, സമയം പോയി. അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് പലരും അവരവരുടെ ഡ്രീം പാതി വഴി ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് നമ്മുടെ IELTS സ്കോർ ഇംപ്രൂവ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കുക. അതായത് ലിസണിങ്ങിലോ, റീഡിങ്ങിലോ, റൈറ്റിങ്ങിലോ, സ്പീക്കിങ്ങിലോ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച ശേഷം നമുക്ക് ചെയ്യേണ്ട പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമുക്ക് ആ മിസ്റ്റേക്ക് പറ്റിയത്? ഇപ്പോ നിങ്ങൾക്ക് ഒന്നാമത്തെ ഒരു കാരണം പറഞ്ഞാൽ, ചിലവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ആ പറഞ്ഞ ചോദ്യം അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ലിസണിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന റെക്കോർഡിങ് കേട്ടിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ പറ്റില്ല. ഇപ്പൊ റീഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസേജ് വായിച്ചു, നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല പക്ഷെ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് റൈറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ച കാര്യം എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലായി, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആൻസർ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എഴുതാനോ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ സ്പീക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ കുറിച്ച് ഒരു ടോപ്പിക് ചോദിച്ചു, ടോക്ക് സംതിങ് അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ സേ സംതിങ് അബൌട്ട് യുവർ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അറിയാം എന്തൊക്കെ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണം, നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ ഫാമിലിയെ കുറിച്ച്, നമ്മുടെ അംബീഷനെ കുറിച്ചൊക്കെ പറയാനായിട്ട് നമുക്ക് മലയാളത്തിൽ അറിയാം, പക്ഷെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ലിസണിങ് ആണോ നിങ്ങളുടെ വീക്ക്നെസ് എന്നുണ്ടെങ്കിൽ ലിസണിങ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ റീഡിംഗ് ആണെങ്കിൽ റീഡിങ്, അതുപോലെ മറ്റു കാര്യങ്ങൾ, അതായത് റൈറ്റിങ്ങും സ്പീക്കിങ്ങും, ആ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെക്കുറിച്ച് എങ്ങനെ നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാന്നതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അത്. കാരണം അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്, അല്ലെങ്കിൽ ആ പാസേജ് മനസ്സിലാവാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇംപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സ്കോറിലും മാറ്റം ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ തെറ്റ് വരുത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാലും പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ക്വസ്റ്റ്യൻ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ എന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ റീഡിംഗ് സെക്ഷൻസ് ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ടഫായിട്ട് തോന്നിയ ഒരു സെക്ഷൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്, അതായത് യെസ് ഓർ നോ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ്, നോട്ട് ഗിവൺ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അതിനകത്ത് ഒരു നല്ലൊരു സ്കോർ കിട്ടില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ റീഡിംഗ് ക്ലാസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമെങ്കിൽ തന്നെ വന്നല്ല വനമാല 4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് 4 പോയി. അപ്പൊ 4 സ്കോർ 36 മാക്സിമം കിട്ടുള്ളൂ എന്നുള്ളതായി മനസ്സിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റിയൽ എക്സാമിലും ഇതേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം പോകും. അപ്പൊ എനിക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ എനിക്കുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്യാതെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഞാൻ ഓവർകം ചെയ്തില്ലെങ്കിൽ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ എക്സാമിൽ എനിക്ക് നല്ലൊരു സ്കോർ കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റീഡിംഗ് പാസേജ് മൊത്തം ചെയ്ത് നിർത്തി. ആകെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിക്സ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും അതിൻ്റെതായ ട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ച ശേഷം അത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഞാൻ അത് തന്നെ ചെയ്തു. യെസ് ഓർ നോ അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റിന്റെ ട്രിക്സ് ആദ്യം പഠിച്ചെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസം ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ യെസ് ഓർ നോ മാത്രമേ ചെയ്യാറുണ്ട്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ട്രിക്സ് പഠിച്ച് ചെയ്തപ്പോൾ ആകെ 4 ശരിയായുള്ളൂ 10 പക്ഷെ വിത്ത് ടൈം അത് 6 ആയി, പിന്നെ 8 ആയി, പതുക്കെ അത് 10 ആയി. ഇതിപ്പോ കുറഞ്ഞു മാറിയിട്ട് നിൽക്കാറുണ്ട്, പക്ഷെ എന്നാലും എന്റെ സ്കോർ ഇംപ്രൂവ് ആയി. അപ്പൊ റിയൽ എക്സാമിലും ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴും യെസ് ഓർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, നമുക്ക് ഇപ്പൊ റെഡിയാക്കാലോ. നമ്മൾ പ്രാക്ടീസ് ചെയ്തുള്ള ഒരു കോൺഫിഡൻസ് അപ്പൊ ഉണ്ടായിരുന്നു. ആ പ്രാക്ടീസ് ചെയ്ത് തന്നെ അവിടെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ വീക്ക് പോയിന്റ്, അതായത് ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ട്രിക്കി ആയിട്ട് തോന്നുന്നത്, ആ ക്വസ്റ്റ്യന്റെ ട്രിക്സ് പഠിക്കുക. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുക. ഫുൾ സെക്ഷൻ ചെയ്യണമെന്നില്ല, ആ ഒരു പാർട്ട് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ലിസണിങ്ങിൽ ഇന്ന പാർട്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ, തേർഡ് പാർട്ടാണ് ബുദ്ധിമുട്ടില്ല, അത് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ റീഡിങ്ങിൽ ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. റൈറ്റിംഗിൽ ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ അത് മാത്രം പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ. അല്ലെങ്കിൽ സ്പീക്കിംഗിൽ സെക്കൻഡ് പാർട്ടാണ് ബുദ്ധിമുട്ട്, 2-3 മിനിറ്റ് നിർത്താതെ സംസാരിക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ അത് മാത്രം കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ നിങ്ങളുടെ ആൻസർ ഡെവലപ്പ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാന്നുള്ള ആ ട്രിക്സ് മനസ്സിലായിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് മാറും. റിയൽ എക്സാംസിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അത് ബാധിക്കില്ല, നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും.
പിന്നെ പലർക്കും തെറ്റുപറ്റാൻ വേറൊരു കാരണം ലാക്ക് ഓഫ് ടൈമാണ്. ഞങ്ങൾക്ക് എഴുതാനായിട്ട് അല്ലെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലിസണിങ് പെട്ടെന്നാണ് പോയത്, അല്ലെങ്കിൽ റീഡിങ്ങിന് സമയം ഉണ്ടായിരുന്നില്ല, റൈറ്റിംഗ് ഇപ്പം ഞാൻ എഴുതി വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ സ്പീക്കിങ്ങിൽ ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. എങ്ങനെ നമുക്ക് ഓരോ മോഡ്യൂളിലും നമ്മുടെ ടൈം മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. കാരണം ഓരോന്നിനും അതിൻ്റെതായ റെസ്ട്രിക്റ്റഡ് ടൈം ഉണ്ട്. ആ ടൈമിനപ്പുറം നമുക്ക് എഴുതാനും പറ്റില്ല. അപ്പൊ ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലിസ്ണിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആ ഡിപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറി വന്ന് തിരിച്ച് ബാക്കിയുള്ള ഉത്തരങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ടൈം മാനേജ്മെന്റ് പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണ്, അത് ഏത് മോഡ്യൂളിലായാലും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടൈം കിട്ടിയില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം മാനേജ്മെന്റ് പഠിക്കാനുള്ള വഴികൾ നോക്കുക, സ്പീഡ് കൂട്ടാനുള്ള വഴികൾ നോക്കുക, എങ്ങനെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാനുള്ള വഴികൾ നോക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ലാക്ക് ഓഫ് ഫോക്കസ് ആണ്, എനിക്കെല്ലാം ക്വസ്റ്റ്യൻ മനസ്സിലായി, എന്താ ചോദിക്കണമെന്നൊക്കെ മനസ്സിലായി, ഉത്തരങ്ങൾ കണ്ടെത്തി, പക്ഷെ ഞാനത് എഴുതിയപ്പോ അറിയാതെ പെട്ടെന്ന് ഞാനത് ഈസി ആയിട്ട് തോന്നി, ഞാൻ എഴുതിയപ്പോൾ അത് മാറിപ്പോയി. അങ്ങനെ പലർക്കും തെറ്റുപറ്റും. ലിസ്ണിങ്ങിലൊക്കെ പെട്ടെന്ന് ആദ്യം അവർ പറയാ എ ആണ് ഉത്തരം ശരി എന്ന് പറയും, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ പറയും സി ആണ് ഉത്തരം എന്ന് പറയും. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ഇപ്പോൾ IELTS നമ്മൾ ലിസ്ണിങ്, റീഡിങ്, റൈറ്റിംഗ് ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം നമുക്ക് ഫോക്കസ് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഫോക്കസ് മൈൻഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഫോക്കസ് വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ അവതാളത്തിലാവും. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മോയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇടയ്ക്ക് വെച്ച് കിട്ടി കഴിഞ്ഞാൽ ഒറ്റ വീഴ്ച താഴ്ത്തും. അതുകൊണ്ട് നമുക്ക് ആ ഫോക്കസ് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനിക്ക് നിങ്ങൾ IELTS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ട് ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാന്നുള്ളത്. അതായത് 15 മിനിറ്റ് കൂടുമ്പോഴോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് തെറ്റൊന്നുമല്ല, കാരണം കുറച്ചൊക്കെ ഒന്ന് ബോറടിച്ച് കഴിയുമ്പോൾ ഒന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഫോൺ ചെക്ക് ചെയ്യണം. ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ലൈക്ക് കിട്ടിയോ, കമന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഷെയർ ഉണ്ടോ, പുതിയ ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ സൈറ്റ്സിലേക്ക് കയറുന്നത്. പക്ഷെ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഫോക്കസ് മൈൻഡ് സെറ്റ് നമ്മൾ എടുത്തു മാറ്റാണ്. എപ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇടയ്ക്ക് അത് ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്യാണ്ട് പറ്റില്ല. അങ്ങനെ അപ്പൊ നമുക്ക് ഒരു കറക്റ്റായിട്ട് ഒരു അറ്റൻഷൻ സ്പാൻ ഇല്ലാണ്ടായി മാറും, നമുക്കൊരു ഫോക്കസ്ഡ് മൈൻഡ് ഇല്ലാണ്ടായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ IELTS വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ കറയുന്നത് സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അത് സൈലന്റിലാക്കി മാറ്റി വെക്കുക. അടുത്ത 3-4 മണിക്കൂറിലേക്ക് ഞാൻ ആ ഫോൺ തൊടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത്ര അത്യാവശ്യമായിട്ടൊരു കോൾ വേണം അത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ തൊടില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. അപ്പൊ ഞാനായാലും അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം എനിക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഞാൻ കാര്യം പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തായാലും ഞാൻ ഫോൺ തൊടാറില്ല. കഴിഞ്ഞ് ഞാൻ ഫോൺ മാറ്റി വെക്കാറുള്ളൂ. കാരണം എനിക്കറിയാം ഞാൻ അത് ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കും. ഫോണ് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചോ നോക്കിയോ ഞാൻ ഉറപ്പായിട്ടും നോക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാൽ ആ ഡിസ്ട്രാക്ഷൻസിന് ഒഴിവാക്കുക. ചിലർക്ക് ഫോണായിരിക്കില്ല, വേറെ പലതായിരിക്കും ഡിസ്ട്രാക്ഷൻസ്. ആ ഡിസ്ട്രാക്ഷൻസ് മനസ്സിലാക്കി നിങ്ങൾ അതിനെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കുഞ്ഞു കൊച്ചുങ്ങളെ പോലെയാണ്, നമ്മളിങ്ങനെ വളർന്നു വരുന്ന സമയമാണ്, പഠിച്ച് വളർന്നു. അപ്പൊ ആ ഒരു കോഴിക്കുഞ്ഞിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ ആ ഡിസ്ട്രാക്ഷൻസ് മാറി നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിന് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യണം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യണം, പരസ്പരം സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഞാനായാലും പഠിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി മാത്രമായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ നന്നായിട്ട് പഠിക്കണം. ഇത് മനസ്സിലാക്കി എടുത്താലാണ് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവരൊക്കെ അത് പറഞ്ഞു കൊടുത്ത് അത് അവരുടെ ലൈഫിൽ അതൊരു ഹെൽപ്ഫുൾ ആയി കഴിയുമ്പോൾ അതിന് എനിക്ക് കിട്ടുന്നത്, അവർ എന്നെ വിളിച്ച് പറയണത് ചേട്ടാ പറഞ്ഞത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. ഇനിയും പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനും ആവാറുണ്ട് എനിക്കത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളത് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നിങ്ങൾക്ക് തന്നെ തോന്നും എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളിലുണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡാവും, നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്രെയിനിൽ ഫീഡാവും. പിന്നെ അത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല, പെട്ടെന്ന് മറന്നു പോകത്തില്ല. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്യാം. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, വേഗം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. എല്ലാവരും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ചാനൽ. എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്.